ആദ്യത്തിന് ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്റെ വി ഹെൽപ്പിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഞാൻ നല്ല ജോലി വാങ്ങിക്കൊടുത്തനെ. ഒക്കത്തിരിക്കുന്ന കുട്ടി ഒക്കത്തെടുത്തവനെ കാണില്ല. അവന്റെ കണ്ണിൽ പുതിയ പുതിയ കാഴ്ചകളാ. എന്റെ ആന്റണി, നീ സൂക്ഷിക്കണം. 2 വർഷം മുമ്പ് നമ്മുടെ വടക്കേലെ കുമാരൻ മകന് ഗൾഫിൽ പോവാൻ പറമ്പ് വിറ്റ് വിസയ്ക്ക് കാശ് കൊടുത്തു. അവസാനം വിസയുമില്ല, കാശുമില്ല. നിങ്ങളൊന്നും മിണ്ടാതിരി. ആദിക്ക് ഓസ്ട്രേലിയ പോവാൻ ആന്റണിച്ചൊരു ചില്ലി കാശ് കൊടുക്കണ്ട. ഓസ്ട്രേലിയക്ക് പോവാൻ 10 പേരെ സംഘടിപ്പിച്ച ആദിയുടെ വിസ ഫ്രീയാ. അതൊക്കെ ആദി സംഘടിപ്പിച്ച് കഴിഞ്ഞു. ആദി ആരുടെയാ മോൻ? ആന്റണിച്ചന്റെ. നിങ്ങളെ നോക്കിക്കോ, നമ്മുടെ ആദ്യ ഓസ്ട്രേലിയ ചെന്ന് ഒരു വിലസ് അങ്ങോട്ട് വിലസും. ടെക്നോളജിയുടെ ഒരു പോക്കേ. അതെ, എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നു. പറഞ്ഞിട്ട് ഒരു അനുസരണ ഇല്ലാതിരിക്കുന്നുണ്ടോ? ഇത് നീ എത്രാമത്തെ തവണയാ കാണുന്നത്? അമ്മേ, എനിക്കിപ്പോ എന്റെ അമ്മയെ പോലെയാണ് ഓസ്ട്രേലിയ. എത്ര കണ്ടാലും മതിയാവില്ല. പിന്നെ നാളെ കുറെ കങ്കാരുക്കളുടെയും മദാമ്മമാരുടെയും കൂടെ ഓസ്ട്രേലിയയിൽ ജീവിക്കേണ്ടവനല്ലേ അമ്മയുടെയും മകൻ. കൊറേ നേരമായി വിളിക്കണു. ഓ, ഹലോ, ആന്റണി ആദിത്യവർമ്മ സ്പീക്കിംഗ്. ആ, എല്ലാരും എത്തിയോ? 8 മണിയല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ, 8 മണിയായാ? സോറി, ഞാൻ എന്താ വരണേ? അമ്മേ, അവരൊക്കെ അവിടെ കാത്തു. ഓ, എന്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവര്. അവിടെ പോകുന്നതിന് മുമ്പ് അവർക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് കുറച്ച് ക്ലാസ് എനിക്ക് എടുത്ത് കൊടുക്കണം. അമ്മ പെട്ടെന്ന് കുളിക്കണം. എന്റെ കുളി കഴിഞ്ഞതാ. അമ്മ കുളിക്കണം എന്നല്ല, എനിക്ക് കുളിക്കണം എന്നാ പറഞ്ഞ. തോർത്ത് സോപ്പൊക്കെ അവിടെ. അതവിടെ എവിടെങ്കിലും കാണും. ഓസ്ട്രേലിയയിലെ കങ്കാരികൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടുത്തെ അമ്മമാരെ കണ്ടുപഠിക്കണം. ആ മക്കളെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അവറ്റാണ് നടക്കണേ. ഇവിടെ തോർത്തി വെച്ച പോലും കിട്ടൂല്ലോ. നല്ല ഓസ്ട്രേലിയയിലെ കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. കങ്കാരി കുഞ്ഞായിട്ട് ജനിച്ച പിന്നെ കുളിക്കേ വേണ്ടല്ലോ. അമ്മേ, ദിസ് ഈസ് ടു മച്ച് അമ്മ.